ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ വീഡിയോ ക്ലാസ് ആണിത്. ഇതിനു മുമ്പുള്ള 2 ക്ലാസ്സുകളുടെയും ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ 2 വീഡിയോസും കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഓൾ സബ്ജക്ട്സിന്റെ വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്കും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളും കാണാവുന്നതാണ്. ഇത് മൂന്നാമത്തെ ക്ലാസ് ആണ്. ഈ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ക്ലാസ്സിന്റെ വീഡിയോ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിന്റെ നോമൻക്ലേച്ചർ അഥവാ അപൂരിത ഹൈഡ്രോകാർബണുകളുടെ നാമകരണമാണ്. അപ്പോൾ ഇവിടെ എന്താണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ അഥവാ അപൂരിത ഹൈഡ്രോകാർബൺ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അതായത് ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന സിംഗിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോകാർബണുകളുടെ നെയിമിംഗ് ആയിരുന്നു. സിംഗിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോകാർബണുകൾക്ക് എങ്ങനെ പേര് കൊടുക്കാം, അതായത് സിംഗിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ CH3 ഹൈഫൺ CH2 ഹൈഫൺ CH2 ഹൈഫൺ CH3 ഇങ്ങനെ വരുന്ന, ഇത് ചില സമയത്ത് ബ്രാഞ്ചസ് വരാം. അപ്പോൾ അങ്ങനെ വരുന്ന ബ്രാഞ്ച് വരുന്ന അല്ലെങ്കിൽ ഇതുപോലെ ലോങ് ചെയിൻ മാത്രം വരുന്ന അങ്ങനെ സിംഗിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോകാർബണുകൾക്ക് എങ്ങനെ പേര് കൊടുക്കാം എന്നതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സിംഗിൾ ബോണ്ടിന് പകരം ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ, സിംഗിൾ ബോണ്ടിന് പകരം ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ വരുന്ന ഹൈഡ്രോകാർബണിനെയാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ അഥവാ അപൂരിത ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത്. അതായത് എന്താണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ അഥവാ അപൂരിത ഹൈഡ്രോകാർബൺ എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് എന്താണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ? കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒന്നുകിൽ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ വരുന്ന ഹൈഡ്രോകാർബൺസിനെയാണ് എന്തെന്ന് പറയുന്നത്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത്. കാർബൺ ആറ്റങ്ങൾക്കിടെ ദ്വിബന്ധനമോ അല്ലെങ്കിൽ ത്രിബന്ധനമോ വരുന്ന ഹൈഡ്രോകാർബണുകളെ എന്തെന്ന് പറയുന്നു? അപൂരിത ഹൈഡ്രോകാർബണുകൾ എന്ന് പറയുന്നു. ഇനി 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് അഥവാ ദ്വിബന്ധനമാണ് ഉള്ളതെങ്കിൽ അവയെ ആൽക്കീനുകൾ എന്നാണ് പറയുന്നത്. ആൽക്കീനുകൾ എന്നാണ് പറയുന്നത്. അതേസമയം 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോകാർബൺസിനെ ആൽക്കൈൻസ് എന്നാണ് പറയുന്നത്. ആൽക്കൈനുകൾ എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽക്കീനുകളുടെയും ആൽക്കൈനുകളുടെയും നെയിമിംഗ് ആണ്, അഥവാ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ നാമകരണമാണ്. അപ്പോ ആൽക്കീനുകളും ആൽക്കൈനുകളും എന്താണെന്ന് മനസ്സിലായത്? ഡബിൾ ബോണ്ട് വരുന്നതാണ് ഇത് ആൽക്കീൻ ഡബിൾ ബോണ്ട് വരുന്നതും ആൽക്കൈൻ എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ട് വരുന്നതുമാണ്. ആദ്യം ആൽക്കീനുകളുടെ അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് വരുന്ന ദ്വിബന്ധനമുള്ള ഹൈഡ്രോകാർബണുകൾക്ക് എങ്ങനെ പേര് കൊടുക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ്വിബന്ധനമുള്ള ഹൈഡ്രോകാർബണുകൾക്ക് പേര് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് വരുന്ന അല്ലെങ്കിൽ ആൽക്കീനുകൾക്ക് പേര് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്. അതായത് ഇവിടെ ഫസ്റ്റ് എന്താണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കുന്നത്? വേർഡ് റൂട്ട് അഥവാ പദമൂലം. വേർഡ് റൂട്ട് ആണ്. വേർഡ് റൂട്ട് കഴിഞ്ഞാൽ ഒരു ഹൈഫൺ വേണം. അത് കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ആണ് അവിടെ കൊടുക്കേണ്ടത്. അധിബന്ധനത്തിന്റെ സ്ഥാനം അത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് എന്ത് വേണം? അതിന്റെ സഫിക്സ് അഥവാ പിൻപ്രത്യയം അതിവിടെ അതായത് ENE ആണ് ഇവിടെ സഫിക്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ വേർഡ് റൂട്ട് ഹൈഫൺ ആ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഹൈഫൺ എന്താണ്? സഫിക്സ് ഇവിടെ കൊടുക്കേണ്ടത് ഈൻ സഫിക്സ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതാണ് ആൽക്കീനുകൾക്ക് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് വരുന്ന അതുമല്ലെങ്കിൽ ദ്വിബന്ധനമുള്ള ഹൈഡ്രോകാർബണുകൾക്ക് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു ഹൈഡ്രോകാർബൺ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ അതിന്റെ മോളിക്കുലാർ ഫോർമുല തന്നിരിക്കുന്നത് C4H8 എന്നാണ്. അതായത് ഒരു ഹൈഡ്രോകാർബണിന്റെ മോളിക്കുലാർ ഫോർമുല തന്നിരിക്കുന്നത് എന്താണ്? C4H8 ആണ് തന്നിരിക്കുന്നത്. അതായത് 4 കാർബൺ ആറ്റം ഉണ്ട്, ഇവിടെ 8 ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്. ഈ ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചറൽ ഫോർമുല അഥവാ ഘടനാവാക്യം ഇവിടെ തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കൂ. CH2 പിന്നെ ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഇവിടെ തന്നിരിക്കുന്നത് CH2
ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3. ഇങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്? പേര് കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ പേര് കൊടുക്കാൻ നോക്കാം. അതായത് ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇതിലെ കാർബൺ ആറ്റങ്ങൾക്ക് ആ പൊസിഷൻ അഥവാ സ്ഥാനസംഖ്യ രണ്ട് രീതിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതായത് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1, 2, 3, 4. ഇനി ഇതില് റൈറ്റ് ടു ലെഫ്റ്റ് മാർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ 1, 2, 3, 4. അപ്പോ ഹൈഡ്രോ കാർബണിന്, അതായത് ഡബിൾ ബോണ്ട് വരുന്ന ദ്വിബന്ധനമുള്ള ഹൈഡ്രോ കാർബണുകൾക്ക് പേര് കൊടുക്കുമ്പോൾ ആദ്യത്തേതില് ലെഫ്റ്റ് ടു റൈറ്റ് എന്ത് ചെയ്തു, പൊസിഷൻ മാർക്ക് ചെയ്തു. രണ്ടാമത്തേതില് റൈറ്റ് ടു ലെഫ്റ്റ് പൊസിഷൻ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ഈ രണ്ട് ഹൈഡ്രോ കാർബണുകൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ, കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ, ഇവിടെ ഡബിൾ ബോണ്ട് വഴി ചേർന്നിരിക്കുന്ന കാർബൺ ആറ്റങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പൊസിഷൻ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിച്ചത് റൈറ്റ് ടു ലെഫ്റ്റ് എടുത്തപ്പോഴാണോ അതോ ലെഫ്റ്റ് ടു റൈറ്റ് എടുത്തപ്പോഴാണോ? അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഡബിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബൺ ഉള്ളത്. ഡബിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബൺ ഇവിടെയാണ് ഉള്ളത്. ഈ ഹൈഡ്രോ കാർബണിന് ഏറ്റവും കുറഞ്ഞ പൊസിഷൻ കിട്ടുന്നത്, ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിച്ചത് ഇങ്ങോട്ട് എണ്ണിയപ്പോഴാണോ അതോ ഇങ്ങോട്ട് എടുത്തപ്പോഴാണോ? ഇവിടെ നോക്കൂ, ഇവിടെ 1, 2, 3, 4 അല്ലെ. അതായത് നമ്മൾ ഇവിടെ എടുത്തപ്പോ, ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് എടുത്തപ്പോ ഡബിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബണിന്റെ പൊസിഷൻ ഏതാണ്? 1 ആണ് അല്ലെ. ഡബിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബണിന്റെ പൊസിഷൻ 1 ആണ് കിട്ടിയത്. ഇനി അതേപോലെ തന്നെ റൈറ്റ് ടു ലെഫ്റ്റ് എടുത്തപ്പോൾ ഡബിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബണിന്റെ പൊസിഷൻ ഏതാണ് കിട്ടിയത്? 4 ആണ് കിട്ടിയത് അല്ലെ. അതായത് ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ, ലെഫ്റ്റ് ടു റൈറ്റ് എടുത്തപ്പോൾ ഡബിൾ ബോണ്ട് വന്ന ഹൈഡ്രോ കാർബണിന്റെ പൊസിഷൻ 1 ആണ് കിട്ടിയത്. അതേസമയം റൈറ്റ് ടു ലെഫ്റ്റ് എടുത്തപ്പോൾ ഡബിൾ ബോണ്ട് വന്ന ഹൈഡ്രോ കാർബണിന്റെ പൊസിഷൻ 4 ആണ് കിട്ടിയത്. ഇതിൽ ഏതാണ് സ്മോളസ്റ്റ് അഥവാ ഏതാണ് ചെറുത്? അതാണ് ഇവിടെ പൊസിഷൻ ആക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഏതാണ് ചെറുത്? ആദ്യത്തേതാണോ രണ്ടാമത്തേതാണോ? അതായത് ഇവിടെ ചെറുത് എന്ന് പറഞ്ഞാൽ ആദ്യത്തേതാണ് അല്ലെ. അപ്പോ ഇവിടെ സ്ഥാനസംഖ്യ, ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിച്ചത് ഏതിനാണ്? ഒന്നാമത്തെ സ്ട്രക്ചറിലാണ് അല്ലെ, ഒന്നാമത്തെ സ്ട്രക്ചറിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈഡ്രോ കാർബണിന്റെ IUPAC നെയിം എങ്ങനെ എഴുതാം? IUPAC നെയിം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. IUPAC നെയിം എഴുതുമ്പോൾ ആദ്യം ഇതിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് നോക്കാം. എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കിയേ. 1, 2, 3, 4 അല്ലെ. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ ആറ്റം ഉണ്ട് അല്ലെ. 4 കാർബൺ ആറ്റം വരുമ്പോൾ അതിന്റെ വേർഡ് റൂട്ട് എന്താണ്? വേർഡ് റൂട്ട് ബ്യൂട്ട് അല്ലെ. വേർഡ് റൂട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരുന്നു. ഏതാണ്? ബ്യൂട്ട് ആണ് വേർഡ് റൂട്ട്. ഇനി ഡബിൾ ബോണ്ട് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ദ്വിബന്ധനം വരുന്ന കാർബണിന്റെ പൊസിഷൻ, റൈറ്റ് പൊസിഷൻ ഏതാണ്? അത് കറക്റ്റ് പൊസിഷൻ ഏതാണ്? ഏതായിരുന്നു? 1 ആയിരുന്നു അല്ലെ. അതായത് നമ്മൾ ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റം ഇതാണ്. ഈ ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിന്റെ റൈറ്റ് പൊസിഷൻ ഏതാണ്? 1 ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ സഫിക്സ്, ആൽക്കീനുകളുടെ സഫിക്സ് നേരത്തെ പറഞ്ഞു ENE ആണ് സഫിക്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഇവിടെ പിൻ പ്രത്യയം കൊടുക്കേണ്ടത് ENE ആണ്. അങ്ങനെയാണെങ്കിൽ IUPAC നെയിം എഴുതാം. IUPAC നെയിം എഴുതുമ്പോൾ എന്തൊക്കെയായിരുന്നു റൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് എന്ത് എഴുതി കൊടുക്കണം? വേർഡ് റൂട്ട് എഴുതി കൊടുക്കണം. ഇവിടുത്തെ വേർഡ് റൂട്ട് അഥവാ പദമൂലം ഏതാണ്? ബ്യൂട്ട് ആണ്. ഹൈഫൺ, അതിനുശേഷം ഡബിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബൺ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ എഴുതി കൊടുക്കണം. അത് 1 എന്ന പൊസിഷൻ. ഹൈഫൺ എന്ത് വേണം? സഫിക്സ് വേണം അല്ലെ, ഈൻ. അപ്പോ ഈ ഹൈഡ്രോ കാർബൺ IUPAC നെയിം എന്ത് കിട്ടി? ബ്യൂട്ട് ഹൈഫൺ 1 ഹൈഫൺ ഈൻ എന്ന് കിട്ടി. അതായത് ഇവിടെ വേർഡ് റൂട്ട്, പിന്നെന്താണ്? ഹൈഫൺ, ആ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ, ഹൈഫൺ, സഫിക്സ്. ഇതാണ് ആൽക്കീനുകൾക്ക് പേര് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബണുകൾക്ക് പേര് കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇവിടെ മറ്റൊരു ആൽക്കീനിന്റെ മോളിക്കുലർ ഫോർമുല തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ സ്ട്രക്ചറൽ ഫോർമുലയും ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടുത്തെ മോളിക്കുലർ ഫോർമുല C4H8 ആണ്. C4H8 ആണ്. സ്ട്രക്ചറൽ ഫോർമുല ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തെ ഇതിനെ IUPAC നെയിം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഈ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയെന്ന് പറഞ്ഞേ? അതായത് 1,
2 3 4 അല്ലെ. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഇവിടെ 4 കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വേർഡ് റൂട്ട് എന്താണ്? വേർഡ് റൂട്ട് ബ്യൂട്ട് അല്ലെ. നേരത്തെ പഠിച്ചതേ ഉള്ളൂ. വേർഡ് റൂട്ട് ബ്യൂട്ടാണ് വേർഡ് റൂട്ട്. ഇനി ഇവിടെ നിബന്ധനം ഉൾപ്പെടുന്ന കാർബണിന്റെ ശരിയായ സ്ഥാനസംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഹാവിംഗ് ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിന്റെ കറക്റ്റ് പൊസിഷൻ നമ്പർ. ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിന്റെ കറക്റ്റ് പൊസിഷൻ നമ്പർ എങ്ങനെ കണ്ടെത്താ? ഇവിടെ നോക്കിയേ, ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഡബിൾ ബോണ്ട് ഇവിടെയാണ്. ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിന്റെ പൊസിഷൻ എന്തെന്ന് കിട്ടും? 1 2 അല്ലെ. 1 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പൊസിഷൻ എന്തെന്ന് എഴുതി കൊടുക്കാം? 2 എന്ന് എഴുതി കൊടുക്കാം. ഇനി സഫിക്സ് ഓൾറെഡി അറിയാലോ. സഫിക്സ് എന്താണ്? ENE അല്ലെങ്കിൽ ഈൻ അല്ലെ. ഈൻ ആണ് സഫിക്സ്. അങ്ങനെയാണ് ഇതിന്റെ IUPAC നെയിം എങ്ങനെ എഴുതാം? IUPAC നെയിം എഴുതാനായിട്ട് ഫസ്റ്റ് വേർഡ് റൂട്ട് വേണം അല്ലെ. വേർഡ് റൂട്ട് എന്താണ്? ബ്യൂട്ട് ഹൈഫൺ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ 2 ഹൈഫൺ എന്താണ്? സഫിക്സ് ENE. അപ്പൊ എന്താ കിട്ടാ? ബ്യൂട്ട് ഹൈഫൺ 2 ഹൈഫൺ ENE എന്ന് കിട്ടും. അപ്പോ ഇവിടെ C4H8 മോളിക്കുലാർ ഫോർമുലയുള്ള 2 ഹൈഡ്രോകാർബണുകളുടെ പേരുകൾ കൊടുത്തപ്പോൾ ആദ്യത്തേന് ബ്യൂട്ട് 1 എന്നും രണ്ടാമത്തേന് ബ്യൂട്ട് 2 എന്നുമാണ് കിട്ടിയത് അല്ലെ. അപ്പൊ ഈ 2 കോമ്പൗണ്ടും എങ്ങനെയാണ് ഡിഫറൻസ് കാണിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? കാർബൺ ചെയിനിലെ ദ്വിബന്ധനത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ആണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിഫറൻസ് കാണിക്കുന്നത് അല്ലെ. ആദ്യത്തേലെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷനും രണ്ടാമത്തേലെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷനും തമ്മിൽ ആണ് എന്ത് കാണിക്കുന്നത്? ഇവിടെ ഡിഫറൻസ് കാണിക്കുന്നത്. അടുത്ത് നോക്കൂ, ഇവിടെ ഒരു സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ തന്നിട്ടുള്ളത്. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് നോക്കിയേ. ഫസ്റ്റ് എന്ത് വേണം? ഇതിന് ആ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ കണ്ടെത്തണം അല്ലെ. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ 1 2 3 4 5 അല്ലെ. ഇനി റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കുകയാണെങ്കിലോ 1 2 3 4 5 അല്ലെ. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ എന്താണ്? 3 ആണ്. ഇനി റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ എന്താണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം, അതായത് ഇവിടെ 5 കാർബൺ ആണ് ഉള്ളത്. 5 കാർബൺ വരുമ്പോ പെഞ്ച് ആണ് വേർഡ് റൂട്ട് അല്ലെ. പെഞ്ച്. ഇനി ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഏതാണ്? 2 അല്ലെ. പെൻഡ് 2 സഫിക്സ് ഈൻ. അപ്പൊ ഏതാണ്? പെൻഡ് 2 ഈൻ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് ഇവിടെ ഒരു ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചറൽ ഫോർമുല അല്ലെങ്കിൽ ഘടനാവാക്യം തന്നിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിന്റെ തന്മാത്രാ സൂത്രം അഥവാ മോളിക്കുലാർ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. മോളിക്കുലാർ ഫോർമുല എഴുതുക എങ്ങനെയാണെന്നുള്ളത് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടത്? മോളിക്കുലാർ ഫോർമുല എഴുതാനായിട്ട് ഈ തന്നിരിക്കുന്ന ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചറിൽ നിന്ന് കാർബണിന്റെ ആറ്റം, കാർബൺ എത്ര ആറ്റം ഉണ്ട് അത് എടുത്ത് എഴുതാം. കൂട്ടത്തിൽ എന്ത് ചെയ്യുക? ഹൈഡ്രജന്റെ നമ്പറും എടുത്തെഴുതാം. ഇവിടെ കാർബൺ എത്ര ഉണ്ട്? 1 2 3 4 അല്ലെ. അപ്പോ C4 4 കാർബൺ ആണ് ഇവിടെ ഉള്ളത്. ഇനി എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്ന് നോക്കിയേ. 1 അതേപോലെ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 3. ഇവിടെ ഒരു 3 ഹൈഡ്രജൻ ഉണ്ട്. 3 3 6. അപ്പൊ 1 ഇവിടെ 2 ഹൈഡ്രജൻ. ഇപ്പൊ 3 2 3. ഇവിടെ 3 ഹൈഡ്രജൻ 6. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6 ഹൈഡ്രജൻ ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല അഥവാ തന്മാത്രാ സൂത്രം എന്താണ് കിട്ടിയത്? C4H6 എന്നാണ് കിട്ടിയത്. ഇനി ഇവിടെ ഈ കോമ്പൗണ്ട് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് കാറ്റഗറി ഡസ് ദിസ് കോമ്പൗണ്ട് ബിലോങ്? അതായത് ഈ കോമ്പൗണ്ട് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? ഈ കോമ്പൗണ്ട് നോക്കിയേ, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ് കാണിച്ചിരിക്കുന്നത് അല്ലെ. ട്രിപ്പിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോകാർബൺ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ഏതാണ്? ആൽക്കൈൻ ആണ്. KYNE ആൽക്കൈൻ ആണ്. ഏത്? ട്രിപ്പിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോകാർബൺ.
KYNE ട്ടോ, KYNES. അപ്പൊ ആൽക്കൈൻസ് എന്ന് പറയാം ട്ടോ. അപ്പൊ ഇവിടെ ആൽക്കൈൻസ് അഥവാ ആൽക്കൈൻ ആണ് ഏത് ട്രിപ്പിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബൺ. മലയാളം മീഡിയംകാർ എഴുതുമ്പോ കൈൻ എന്നാണ് ട്ടോ. ആൽക്കൈൻ ആണ് ഏത് ട്രിപ്പിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബൺ. അപ്പൊ നമ്മളിവിടെ ഡബിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബൺ എങ്ങനെയാണ് പേര് കൊടുക്കാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ട്രിപ്പിൾ ബോണ്ട് വരുന്ന അല്ലെങ്കിൽ ആൽക്കൈനുകൾക്ക് എങ്ങനെയാണ് പേര് കൊടുക്കുക എന്ന് നോക്കാം. അപ്പൊ ആൽക്കൈനിന് പേര് കൊടുക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ്. ഫസ്റ്റ് എന്ത് എഴുതണം? വേർഡ് റൂട്ട്. ഫസ്റ്റ് വേർഡ് റൂട്ട്, അതിനുശേഷം എന്താണ്? ഹൈഫൺ, അതിനുശേഷം ഇവിടെ ട്രിപ്പിൾ ബോണ്ട് അഥവാ ത്രിബന്ധനത്തിന്റെ സ്ഥാനം, അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അതായത് വേർഡ് റൂട്ട്, ഹൈഫൺ, ട്രിപ്പിൾ ബോണ്ട് അഥവാ ത്രിബന്ധനത്തിന്റെ സ്ഥാനം, ഹൈഫൺ, പിന്നെ എന്ത് വേണം? സഫിക്സ്. ഇവിടെ സഫിക്സ് എന്താണ് വരിക? ഐനാണ് വരുന്നത്. സഫിക്സ് വരുന്നത് ഐനാണ്. ഇവിടെ സഫിക്സ് വരുമ്പോ YNE എന്നാണ് എഴുതേണ്ടത്. ആൽക്കീനിൽ എങ്ങനെയായിരുന്നു? ENE എന്നാണ് എഴുതിയത്. അപ്പൊ ആൽക്കൈനിലോട്ട് വരുമ്പോ YNE എന്നാണ് സഫിക്സ് അഥവാ പിൻപ്രത്യയം കൊടുക്കേണ്ടത്. ഇനി ഹൈഡ്രോ കാർബണിന് പേര് കൊടുക്കാം. അപ്പൊ ഇവിടെ മെയിൻ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഇവിടെ 4 ആണ് അല്ലെ? 4 ആണ്. വേർഡ് റൂട്ട് 4 എണ്ണം വരുമ്പോ ഏതാണ്? ബ്യൂട്ട് അല്ലെ? 4 എണ്ണം വരുമ്പോൾ ബ്യൂട്ട് ആണ് വേർഡ് റൂട്ട്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. 2-3 ക്ലാസ്സോട് കൂടി തന്നെ എല്ലാവരും നല്ല തറായി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വരുന്ന അല്ലെങ്കിൽ ത്രിബന്ധനം ഉൾപ്പെടുന്ന കാർബണിന്റെ ശരിയായ സ്ഥാനസംഖ്യ, പൊസിഷൻ, കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഹാവിംഗ് ട്രിപ്പിൾ ബോണ്ട്. അത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മൾ എണ്ണി 1 2 3 4 എന്ന് കിട്ടുന്നുണ്ട് അല്ലെ? ഇങ്ങോട്ട് എടുക്കുമ്പോഴും 1 2 3 4. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബൺ ഇതാണ്. ഇതിൽ ഇങ്ങോട്ട് എടുക്കുമ്പോൾ പൊസിഷൻ എത്രയാണ്? 1 എന്നാണ് കിട്ടുന്നത്. ഇങ്ങോട്ട് എടുക്കുമ്പോഴോ 4 എന്നാണ് കിട്ടുന്നത് അല്ലെ? അങ്ങനെ വരുമ്പോൾ ഇതിൽ സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 1 ആണ് സ്മോളസ്റ്റ് നമ്പർ. അപ്പൊ പൊസിഷൻ എത്ര എഴുതി കൊടുക്കാം? 1 എന്ന് എഴുതി കൊടുക്കാം. ഇനി ഇതിന്റെ സഫിക്സ് എന്താണ്? YNE ആണ് സഫിക്സ്. അങ്ങനെയാണെങ്കിൽ IUPAC നെയിം ഫസ്റ്റ് വേർഡ് റൂട്ട് എഴുതുക, ബ്യൂട്ട്, ഹൈഫൺ ഇടുക, പൊസിഷൻ നമ്പർ എഴുതി കൊടുത്തു, ഹൈഫൺ ഇട്ടു, സഫിക്സ് അഥവാ പിൻപ്രത്യയം എഴുതി കൊടുത്തു. അപ്പൊ എന്താ IUPAC നെയിം കിട്ടിയത്? ബ്യൂട്ട് 1 എന്ന് കിട്ടി. ബ്യൂട്ട് 1 എന്നാണ് കിട്ടിയത്. അടുത്തതായിട്ട് C4H6 മോളിക്കുലാർ ഫോർമുലയുള്ള തന്മാത്രാ സൂത്രമുള്ള മറ്റൊരു ആൽക്കേനിന്റെ സ്ട്രക്ചറൽ ഫോർമുല അല്ലെങ്കിൽ ഘടനാവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്ട്രക്ചറൽ ഫോർമുല എഴുതുമ്പോൾ ഇവിടെ C4H6 ആണ് തന്നിരിക്കുന്നത് അല്ലെ? 4 കാർബൺ ആറ്റം വേണം. അപ്പൊ 4 കാർബൺ ആറ്റം വരുമ്പോ ഒരു കാർബൺ നമ്മൾ എടുത്തു, രണ്ടാമത്തെ കാർബൺ എടുത്തു, മൂന്നാമത്തെ കാർബൺ എടുത്തു, നാലാമത്തെ കാർബണും എടുത്തു അല്ലെ? ഇനി ഇതിന്റെ C4H6 തന്മാത്രാ സൂത്രമുള്ള ആൽക്കേനിന്റെ ഘടനാവാക്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ CH3 എന്ന് എഴുതി കൊടുക്കാം. അടുത്തതില് ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ കൊടുക്കാം? CH3 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എങ്ങനെ എഴുതാമെന്ന് നോക്കൂ. അതായത് ഇതിന്റെ 4 കാർബൺ വരണ കാരണം വേർഡ് റൂട്ട് ബ്യൂട്ട് എന്ന് എടുക്കാം, ഹൈഫൺ. ഇതിന്റെ ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ എന്താണ്? 2 ആണ് അല്ലെ? ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ 2 ആണ്. അതിനുശേഷം എന്ത് കൊടുത്തു? സഫിക്സ് കൊടുത്തു. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എന്തെന്ന് കിട്ടി? ബ്യൂട്ട് 2 എന്ന് കിട്ടി. ബ്യൂട്ട് 2 എന്ന് കിട്ടി. അപ്പോ ഇവിടെ പറഞ്ഞ ആ മോളിക്കുലാർ ഫോർമുലയുള്ള 2 കോമ്പൗണ്ടുകളുടെയും സ്ട്രക്ചറൽ തമ്മിൽ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിന്റെ ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചേഞ്ച് വന്നിരിക്കുന്നത്. മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷേ ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ എന്ത് ചെയ്യുന്നു? ചേഞ്ച് വന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മോളിക്കുലാർ ഫോർമുല സെയിം ആണെങ്കിലും ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറ്റം വരുന്നതിനനുസരിച്ചിട്ട് ആ കോമ്പൗണ്ടിന്റെ IUPAC നെയിമിലും എന്ത് വരും? മാറ്റം വരും. അടുത്തിടെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അതിന്റെ IUPAC നെയിം ഈ ടേബിൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇവിടെ എത്ര കാർബൺ ഉണ്ടെന്ന് പറഞ്ഞേ? 3 കാർബൺ ഉണ്ട് അല്ലെ? 3 കാർബൺ വരുമ്പോൾ നമ്മൾ എന്തെന്നാ പറയാ? പ്രൊപ്പ് എന്നാണ് പറയാ അല്ലെ? പ്രൊപ്പ്. 3 കാർബൺ വരുമ്പോൾ പ്രൊപ്പ്, ഹൈഫൺ. അതിനുശേഷം എന്ത് വേണം?
ആ ഡബിൾ ബോണ്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ നോക്കൂ, 1 ആണ് അല്ലെ. അതായത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ 1 2 3 എന്ന് വരും, ഇങ്ങോട്ട് എടുക്കുമ്പോൾ 1 2 3 എന്ന് വരും. അതിൽ സ്മോളസ്റ്റ് നമ്പർ ഇവിടെ 1 ആക്കി എടുക്കുമ്പോഴാണ്. അപ്പൊ പ്രോപ്പർ 1 ഹൈഫൺ. ഇനി ഇവിടെ ഡബിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ട് ആവുമ്പോൾ സഫിക്സ് എന്താണ്? ENE ആണ്. അപ്പൊ ഇതിന്റെ IUPAC നെയിം എന്താണ്? പ്രോപ്പർ ഹൈഫൺ 1 ഹൈഫൺ ENE. അടുത്ത് നോക്കൂ, ഇവിടെ ഹെക്സ് 2-ene എന്ന് പറയുന്ന IUPAC നെയിം ഉള്ള ആ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല നമ്മളിവിടെ എന്ത് ചെയ്യണം? എഴുതണം അല്ലെ. ഇവിടെ ഹെക്സ് എന്ന് പറയുമ്പോൾ എത്ര വരും? എത്ര കാർബൺ വരും എന്ന് പറഞ്ഞ് 6 കാർബൺ വരും അല്ലെ. ഹെക്സ് എന്ന് പറയുമ്പോൾ 6 കാർബൺ വരും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈൻ ആണ് സഫിക്സ് തന്നിരിക്കുന്നത്. ഈൻ സഫിക്സ് തന്ന കാരണം തന്നെ ഇതിനിടയിലുള്ള ബോണ്ട് എന്തായിരിക്കും? ഡബിൾ ബോണ്ട് ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ കാര്യം കിട്ടി, 6 കാർബൺ വേണം, അതേപോലെ തന്നെ ഡബിൾ ബോണ്ട് ആണ്. ഇനി ആ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ എവിടെയാണ്? സെക്കൻഡ് ആണ് അല്ലെ. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ രണ്ടാമതാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹെക്സ് 2-ene വരുന്ന ആ ഹൈഡ്രോ കാർബണിന് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പൊ CH3 ഹൈഫൺ CH ഡബിൾ ബോണ്ട് CH ഹൈഫൺ CH2 ഹൈഫൺ CH2 ഹൈഫൺ CH3. അതായത് രണ്ടാമത് വരുന്ന കാർബൺ ആറ്റത്തിനാണ് എന്ത് കൊടുക്കേണ്ടത്? അതായത് ആ ഡബിൾ ബോണ്ട് വരുന്നത് രണ്ടാമത് വരുന്ന കാർബൺ ആറ്റത്തിനാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ 6 കാർബൺ ആണ് വേണ്ടത്. ഹെക്സ് എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 കാർബൺ ആണ് വേണ്ടത്. ഇതാണ് ഇതിന്റെ IUPAC നെയിം. മനസ്സിലാവാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാം. ഇവിടെ ഹെക്സ് 2-ene എന്നാണ്. ഹെക്സ് എന്ന് വെച്ചാൽ 6 കാർബൺ വരുമ്പോഴുള്ള വേർഡ് റൂട്ട് ആണ് ഹെക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സഫിക്സ് അഥവാ പിൻ പ്രത്യയം പനയ്ക്ക് ഈൻ ആണ്. ഈൻ ആയതുകൊണ്ട് ഇത് ഡബിൾ ബോണ്ട് ആണെന്ന് മനസ്സിലാക്കണം. ഡബിൾ ബോണ്ട് ആണ് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ വരേണ്ടത്, ഡബിൾ ബോണ്ട് ആണെന്ന് മനസ്സിലാക്കണം. ഇനി അടുത്തത് പൊസിഷൻ. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ രണ്ടാമത് വരുന്ന പൊസിഷനിലാണ് ഏത് വരേണ്ടത്? ഈ ഡബിൾ ബോണ്ട് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആദ്യം 6 കാർബൺ ആണ് എഴുതി കൊടുക്കേണ്ടത്. ഒരു കാർബൺ, രണ്ടാമത്തെ കാർബൺ, മൂന്നാമത്തെ കാർബൺ, 4 5. അങ്ങനെ വരുമ്പോ 6 കാർബൺ എടുക്കണം. അപ്പൊ ഇവിടെ 1 2 3 4 5 6 കാർബൺ എടുത്തു. ഇനി ആ 6 കാർബൺ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് വരേണ്ട പൊസിഷൻ ഏതാണ്? രണ്ടാമത് വരുന്ന പൊസിഷനാണ് ഡബിൾ ബോണ്ട്. അപ്പോ ഇതാണ് ഒന്നാമത്തെ കാർബൺ, ഇതാണ് രണ്ടാമത്തെ കാർബൺ. രണ്ടാമത് വരുന്ന കാർബണിനാണ് എന്ത് വേണ്ടത്? ഇവിടെ ഡബിൾ ബോണ്ട് വേണ്ടത്. അപ്പൊ രണ്ടാമത്തെ കാർബണിൽ എന്ത് കൊടുത്തു? ഡബിൾ ബോണ്ട് കൊടുത്തു. ഇനി ഇതിനിടയിൽ ഹൈഡ്രജന്റെ എണ്ണമാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈഡ്രജന്റെ വാലൻസി 4 ആണ് വരുന്നത്. അപ്പൊ ഓരോ ഹൈഡ്രജനും 4 വാലൻസി കിട്ടുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട്? ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഇവിടെ CH3, അപ്പൊ ഇവിടെ CH3. ഇവിടത്തെ കാർബൺ ആറ്റം നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് വാലൻസി ഇവിടെ വന്നു, ഈ കാർബൺ ഒരു വാലൻസി ഇവിടെയും വന്നു. അപ്പൊ ഇനി ഒരു വാലൻസി വേണം, അതിന് ഇവിടെ ഒരു H ആഡ് ചെയ്ത് കൊടുത്തു. അതായത് ഒരു കാർബൺ എടുത്തു കഴിഞ്ഞാൽ കാർബണിന് ചുറ്റും 4 ഹൈഡ്രജൻ വരുന്ന രീതിയിൽ വേണം എന്തെടുക്കാനായിട്ട്? ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോ ഈ കാർബൺ ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് 2 വാലൻസി വന്നു. ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, അപ്പൊ 3 വാലൻസി കിട്ടി. ഇനി ഒരു വാലൻസി വേണം, അതാണ് ഇവിടെ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഈ കാർബണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 2 വാലൻസി ഉണ്ട്, ഇവിടെ ഒരു വാലൻസി ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടി കൊടുത്താൽ കാർബൺ എന്ത് കിട്ടും? 4 വാലൻസി കിട്ടും. ഇനി ഇവിടത്തെ കാർബൺ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വാലൻസി ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെയും ഒരു വാലൻസി ഉണ്ട്. അപ്പൊ ഈ കാർബണിന് എന്ത് കൊടുക്കണം? 2 വാലൻസി കൊടുക്കണം. ഇനി ഈ കാർബണിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാർബണിന് ഒരു വാലൻസി ആണ് ഇവിടെ ഉള്ളത്, ഇവിടെയും ഒരു വാലൻസി ഉണ്ട്. അപ്പോ ഇവിടെയും എന്താണ്? H2 കൊടുത്തു. ഇനി ഈ കാർബൺ ആണെങ്കിൽ ഈ കാർബണിന് ഇവിടെ ഒരു വാലൻസി മാത്രമേ ഉള്ളൂ, അപ്പോ H3 കൊടുത്തു. അപ്പോ ഇതാണ് ഇതിന്റെ എന്താണ് സ്ട്രക്ചറൽ ഫോർമുല. അപ്പോ ഇവിടെ CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3.
അടുത്തത് ഇവിടെ ഒരു സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. അതിന്റെ IUPAC നെയിം എഴുതണം. ആദ്യമേലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കാം. 1 2 3 4 5 അല്ലെ. 5 കാർബൺ ആറ്റം ആണുള്ളത്. 5 കാർബൺ ആറ്റം വരുമ്പോൾ എന്താണ് പേര്? പെന്റ് ആണ് അല്ലെ. പെന്റ് ആണ്. വേർഡ് റൂട്ട് ഹൈഫൺ. ഇനി എന്ത് വേണം? ആ ബോണ്ടിന്റെ പൊസിഷൻ വേണം അല്ലെ. ആദ്യം ഇത് ഏത് ബോണ്ടാണെന്ന് നോക്കണം. ഏത് ബോണ്ടാ? ട്രിപ്പിൾ ബോണ്ട് ആണ് അല്ലെ. ആ ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ എവിടെ വരുന്നത്? രണ്ടാമതാണ് ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ വരുന്നത്. അപ്പൊ ഹൈഫൺ 2 ഹൈഫൺ ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ സഫിക്സ് ഏതാണ് ആഡ് ചെയ്ത് കൊടുക്കുക? YNE. അപ്പോ ഇതിന്റെ IUPAC നെയിം എന്താണ്? പെന്റ് -2 YNE. അടുത്ത ഇവിടെ ഒരു IUPAC നെയിം തന്നിട്ടുണ്ട്. സ്ട്രക്ചറൽ ഫോർമുല എഴുതി കൊടുക്കണം. അപ്പൊ ഇവിടെ IUPAC നെയിം എന്താ തന്നിരിക്കുന്നത്? Hept3 എന്നാ തന്നിരിക്കുന്നത് അല്ലെ. ഹെപ്റ്റ് എന്ന് പറയുന്നത് എത്ര കാർബൺ വരുമ്പോഴാണ്? 7 കാർബൺ വരുമ്പോഴാണ് ഹെപ്റ്റ് എന്ന് പറയുന്നത്. 7 കാർബൺ ആണ് ഇവിടെ വേണ്ടത്. അപ്പൊ ഇതിന്റെ IUPAC നെയിം എഴുതുമ്പോ ആദ്യത്തെ കാർബൺ എഴുതാം, രണ്ടാമത്തെ കാർബൺ, മൂന്നാമത്തെ കാർബൺ, നാലാമത്തെ കാർബൺ, അഞ്ചാമത്തെ കാർബൺ, ആറാമത്തെ കാർബൺ, ഏഴാമത്തെ കാർബൺ. അപ്പൊ ഇങ്ങനെ 7 കാർബൺ ആദ്യം കൊടുത്തു. ഇനി ഇവിടെ ഇതെന്താണ്? YNE ആണ്. YNE അല്ലെങ്കിൽ അയിൻ ആണ് അല്ലെ. അയിൻ പ്രത്യയമാണ് അല്ലെങ്കിൽ YNE ആണ് ഇവിടുത്തെ സഫിക്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാം, ഇത് ട്രിപ്പിൾ ബോണ്ട് ആണെന്ന് മനസ്സിലാക്കാം അല്ലെ. ട്രിപ്പിൾ ബോണ്ട് ആണ്. ഇനി ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ എവിടെയാണ് വരേണ്ടത്? മൂന്നാമതാണ് ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ 1 2 3 അല്ലെ. ഈ മൂന്നാമത്തെ കാർബൺ ഇതല്ലേ. അപ്പൊ ഈ മൂന്നാമത്തെ കാർബണിന്റെ അവിടെയാണ് എന്ത് വരേണ്ടത്? ട്രിപ്പിൾ ബോണ്ട് കൊടുക്കേണ്ടത്. ഇനി ഹൈഡ്രജന്റെ എണ്ണം അല്ലെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ CH3 CH2. ഇവിടെ നോക്കിയേ, ഹൈഡ്രജൻ വേണോ? വേണ്ട. കാരണം ഈ കാർബണിന് 3 വാലൻസി ഇവിടെ കിട്ടി, ഇവിടെ 1 വാലൻസി കിട്ടി. അപ്പൊ കാർബണിന്റെ 4 വാലൻസി ഓൾറെഡി ഇവിടെ ഫില്ലായി. അതേപോലെ തന്നെ ഈ കാർബണിനും 4 വാലൻസി ഓൾറെഡി ഇവിടെ ഫില്ലായി. അതുകൊണ്ട് ഈ 2 കാർബണുകൾക്കിടയിൽ എന്തിന്റെ ആവശ്യമില്ല? ഹൈഡ്രജന്റെ ആവശ്യം ഇല്ല. ഇനി ഇവിടേക്ക് വരുമ്പോൾ എന്താണ്? CH2, ഇവിടെ CH2, ഇവിടെ CH3. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ അഥവാ അപൂരിത ഹൈഡ്രോകാർബൺ അല്ലെങ്കിൽ ആൽക്കൈൻ ഗ്രൂപ്പുകളിൽപ്പെട്ട ഹൈഡ്രോകാർബണുകൾക്ക് എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിന്റെ തുടർന്ന് വരുന്ന ക്ലാസ്സുകളുടെ ലിങ്കും ഇതിന് മുൻപുള്ള ക്ലാസ്സുകളുടെ ലിങ്കും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.